എല്ലാവർക്കും ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പക്ഷി ഔർ ദീമക എന്ന ഒരു കഹാനിയാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷിയും ചിതലും എന്ന ഗജാനൻ മാധവ് മുക്തിബോധിൻ്റെ ഒരു കഥയാണിത്. ഈ കഥയിലെ യുവാവായിട്ടുള്ള ഒരു പക്ഷിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ ചിത്രം ഒന്ന് നോക്കാം. ഇതാണ് ആ യുവാവായിട്ടുള്ള പക്ഷി, ഒരുപാട് പറക്കാൻ കഴിയുന്ന പക്ഷി. ഇനി ഈ ചിത്രത്തിൽ എന്താണുള്ളത്? ഒരു കാളവണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇതാണ് കാളവണ്ടി. ഈ കാളവണ്ടിയിൽ എന്താ ഉള്ളത്? ഇതിൽ എന്താണ്? ചാക്കുകൾ നിറയെ ചിതലുണ്ട്. ചിതലിന് ഹിന്ദിയിൽ പറയുന്ന വാക്കാണ് ദീമക്. അപ്പോൾ ചിതലിനെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ, കാളവണ്ടിക്കാരനെ നമുക്കിതിൽ കാണാം. പിന്നെ ഒരു പക്ഷിയെയും കാണാം. നമുക്ക് ഈ കഥ എന്താണെന്ന് നോക്കിയാലോ. ഏകദാ പക്ഷി, ഒരു പക്ഷി ഉണ്ടായിരുന്നു. വഹ് നീലെ ആസ്മാൻ മേ ഖൂബ് ഊഞ്ചായി പർ ഉഡ്താ ജാ രഹാ താ. ആ പക്ഷി നീലെ ആസ്മാൻ മേ, നീലാകാശത്ത്, ഖൂബ് ഊഞ്ചായി പർ, ഖൂബ് ഊഞ്ചായി എന്ന് പറഞ്ഞാൽ വളരെ അധികം ഉയരത്തിൽ, ഉഡ്താ ജാ രഹാ താ, ഉഡ്ത എന്ന് പറഞ്ഞാൽ പറക്കുമായിരുന്നു. ഉസ്കെ സാത്ത് ഉസ്കെ പിതാ ഔർ മിത്ര ഭീ ഥേ. ആ പക്ഷിയുടെ കൂടെ പിതാ ഔർ മിത്ര ഭീ ഥേ, ആ പക്ഷിയുടെ പിതാവും അതുപോലെ മിത്രും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പക്ഷിയുടെ വിശേഷത? പക്ഷിക്ക് ഖൂബ് ഊഞ്ചായി പർ ഉഡ് സക്തേ ഹേ. വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഒരു പക്ഷിയായിരുന്നു. പക്ഷിയുടെ കൂടെ അച്ഛനും കൂട്ടുകാരനും ഉണ്ടായിരുന്നു. സബ് ബഹുത്ത് ഊഞ്ചായി പർ ഉടിനെ വാലെ പക്ഷി ഥേ. അവരെല്ലാവരും വളരെയധികം ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന പക്ഷികളായിരുന്നു. ഉൻകി നിക്കാഹേം ഭി ബഡി തേസ് ഥി. ഉൻകി നിക്കാഹ് എന്ന് പറഞ്ഞാൽ അവരുടെ നോട്ടം, ദൃഷ്ടി, ബഡി തേസ് ഥി വളരെ തീവ്രമായിരുന്നു. ഉനെ ദൂർ ദൂർ കി ഭനക് ഔർ ദൂർ ദൂർ കി മഹക് ഭി മിൽ ജാത്തി ഹേ എന്ന് പറഞ്ഞതാണ്. അതായത് ഈ പക്ഷി, അത് ഒരുപാട് ഉയരത്തിൽ പറക്കുന്ന ഈ പക്ഷിക്ക് അവർക്ക് എന്താണ് ഭയങ്കര, അവരെ നോട്ടം, കാഴ്ച എന്ന് പറയുന്നത് വളരെ അകലെ നിന്നുള്ള കാര്യങ്ങൾ വരെ ഭയങ്കര തീക്ഷണമായിട്ട് കാണാൻ പറ്റിയിരുന്നു. അതുപോലെ തന്നെ ദൂർ ദൂർ കി ഭനക്, ഒച്ച, അകലെ നിന്നുള്ള സൗണ്ടും ആ പക്ഷികൾക്ക് കേൾക്കാമായിരുന്നു. അവർ ദൂർ ദൂർ കി മഹക്ക്, സ്മെല്ല്, അകലെ നിന്നുള്ള മണവും അവർക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അത്രയ്ക്കും കഴിവുള്ള പക്ഷിയാണ് നമ്മുടെ കഥയിലെ പക്ഷി. ഏക് ദിൻ വഹ് നൗജവാൻ പക്ഷി ജമീൻ പർ ചൽത്തി ഹുയി ഏക് ബൈൽഗാഡി കോ ദേഖ് ലേതാ ഹേ. എന്താണ് ഏക് ദിൻ? ഒരു ദിവസം, വഹ് നൗജവാൻ പക്ഷി. അപ്പോൾ നമ്മൾ ഈ പക്ഷിയെ പറയുന്ന എന്താണ്? നൗജവാൻ പക്ഷി. നൗജവാൻ പക്ഷി എന്ന് പറഞ്ഞാൽ യുവാവായിട്ടുള്ള പക്ഷി. അപ്പോൾ ഈ നൗജവാൻ പക്ഷി എന്നാണ് ഇനി ഇതിൽ ഞാൻ ഈ പക്ഷീനെ കുറിച്ചിട്ട് പറയുക. അപ്പോൾ എന്താണ്? യുവാവായിട്ടുള്ള പക്ഷി എന്നാണ് അതിൻ്റെ അർത്ഥം. സെമീൻ പർ ചൽത്തി ഹുയി ഏക് ബൈൽ ഗാഡി കോ ദേഖ് ലേതാ ഹേ. നൗജവാൻ പക്ഷി സെമീൻ പർ ചൽത്തി ഹുയി, നിലത്ത്, ഭൂമിയിലൂടെ, ചൽത്തി ഹുയി പോയിക്കൊണ്ടിരുന്ന, ഏക് ബൈൽ ഗാഡിക്കോ, നമ്മൾ കണ്ടില്ലേ ബൈൽഗാഡി, ബൈൽഗാഡിക്കോ ദേഖ് ലേതാ ഹേ, കാണാനിടയായി. ഉസ്മേ ബഡേ ബഡേ ബോരെ ഭരെ ഹുയേ ഹേ. എന്താണ് ബൈൽഗാഡിയിൽ എന്താ ഉള്ളത്? ഉസ്മേ ബഡേ ബഡേ ബോരെ, വലിയ വലിയ ചാക്കുകൾ, ബോരെ എന്ന് പറഞ്ഞാൽ ചാക്കുകൾ, ഭരെ ഹുയേ ഹേ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗാഡിവാല ചില്ലാ ചില്ലാക്കർ കഹത്തെ ഹേ. ഈ വന്നിരിക്കുന്നത് ആരാണ്? ഗാഡിവാല, കാളവണ്ടിക്കാരൻ. ചില്ലാ ചില്ലാക്കർ കഹത്തെ ഹേ, ചില്ലാ ചില്ലാക്കർ എന്ന് പറഞ്ഞാൽ ഉറക്കെ ഉറക്കെ പറയുന്നു. എന്താ പറയുന്നത്? ദോ ദീമകേം ലോ ഏക് പങ്ക് ദോ. എന്താ പറയുന്നത്? രണ്ട് ചിതലിനെ എടുത്തോളൂ, ഏക് പങ്ക് ദോ, പകരം ഒരു തൂവൽ തരൂ. അപ്പോൾ ഇത് കച്ചവടക്കാരനാണ് അല്ലേ? എന്താണ് പറയുന്നത്? എൻ്റെ കയ്യിലുള്ള 2 ചിതലിനെ എടുത്തിട്ട് പകരം ഒരു തൂവൽ തരൂ. പങ്ക് എന്ന് പറഞ്ഞാൽ തൂവൽ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പേജിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ ഗാഡിവാല ചിതലിനെ വിൽക്കുന്ന ആളാണ്. നമ്മുടെ പക്ഷി ഇയാളെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഉസ് നൗജവാൻ പക്ഷിക്കോ ദീമകോം കാ ഷൗക്ക് ദ. उस नौजवान पक्षी को
ദീമകോം കാ ഷൗക്ക് ദാ. ഷൗക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസക്തി, കൊതി, താല്പര്യം. അതായത് ഈ നമ്മുടെ ഈ യുവാവായ പക്ഷിക്ക് ദീമക്ക് എന്ന് പറഞ്ഞാൽ, അത് ചിതൽ എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്, വളരെ കൊതിയായിരുന്നു. വൈസെ तो ऊंचा ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते. എന്താണ് ആ പക്ഷികൾക്ക് ഊഞ്ചെ ഉടനെ വാലെ പഞ്ചിയാം, അതായത് ഈ പക്ഷികൾ എപ്പോഴും ഉയരത്തിൽ പറക്കുന്നതല്ലേ, അപ്പോൾ അവരുടെ ഭക്ഷണം എന്താണ്? ഹവാമേഹി ബഹുത്ത് സെ കീടെ തഴുത്തേ. കാറ്റിലൂടെ, ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, കാറ്റിലൂടെ ബഹുത്ത് സെ കീടെ തൈർത്തേ ഹുയെ മിൽ ജാത്തെ. ഒരുപാട് പ്രാണികൾ, ചെറിയ ചെറിയ പ്രാണികളൊക്കെ പറക്കുന്നു. അവർ അതുപോലെ മുകളിൽ പറക്കുന്ന ചെറിയ ചെറിയ പക്ഷികളും അതുപോലെ തന്നെ പ്രാണികളെയൊക്കെയാണ് ഇവർ ജിനെ ഗാക്കർ വേ അപ്പനി ഭൂക്ക് ദോടി ബഹുത്ത് ശാന്ത് കർ ലേത്തെ. അവറ്റെയൊക്കെ തിന്നിട്ടാണ് ഇവർ അവരുടെ വിശപ്പ് അടക്കിയിരുന്നത്. ലേക്കിൻ ദീമകെ സിർഫ് സെമീൻ പർ മിൽത്തി തി. എന്തുകൊണ്ടെന്നാൽ ദീമക്, ചിതല്, സിർഫ് സെമീൻ പർ മിൽത്തി തി. ചിതല് വെറും ഭൂമിയിൽ മാത്രമേ കിട്ടുകയുള്ളൂ, നിലത്ത് മാത്രമാണ് ചിതലുള്ളൂ. ചിതൽ ആകാശത്ത് കിട്ടുമോ? ഇല്ല. കബി കബി പേടോം പർ. ഇനി എവിടെയൊക്കെയാണ് ചിതൽ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. എവിടെയൊക്കെയാണ്? കബി കബി പേടോം പർ, ചില ചില മരങ്ങളിൽ. സെമീൻസെ തനെ പർ ചടുക്കർ. നിലത്ത് നിന്ന് മരത്തിൻ്റെ തനെന്ന് പറഞ്ഞതാണ് തായ്തടി, തടിയിലൂടെ ചടുക്കർ. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില മരങ്ങൾ, ചില തെങ്ങുകളൊക്കെ ഇങ്ങനെ ചെതൽ പിടിച്ച് നിൽക്കുന്നത്. അതുപോലെ ഊഞ്ചി ഇടാൽത്തക്ക്, മരങ്ങളുടെ കൊമ്പ് വരെ വേ അപ്പന മട്ടിയാല ലംബാഗർ ബനാലെത്തി. അവരവരുടെ മട്ടിയാല, മണ്ണുകൊണ്ടുള്ള ലംബാഗർ, നീളത്തിലുള്ള വീട് ഉണ്ടാക്കുന്നു, ചിതലുകൾ. ലേക്കിൻ ഐസെ കുച്ചിഹി പേട് ഹോത്തെ. പക്ഷേ കുറച്ച്, അതായത് എല്ലാ മരമൊന്നും അങ്ങനെയല്ല, അങ്ങനെ കുറച്ച് മരങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ വേ സബ് ഏക്ക് ജഹ് നാ മിൽത്തെ. അവർ ആ മരങ്ങളൊന്നും അടുത്തടുത്തായിട്ടൊന്നും ഉണ്ടാവുകയുമില്ല. അടുത്ത പാരഗ്രാഫ്. नौजवान पक्षी को लगा यह बहुत बड़ी सुविधा है कि एक आदमी दीमकों को बोरे में भरकर बेच रहा है. നൗജവാൻ പക്ഷിക്ക് തോന്നി യഹ് ബഹുത്ത് ബഡി സുവിധ ഹേ, ഇത് നല്ല ഒരു സുവിധ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചാൻസ്, നല്ല ഒരു അവസരമാണ്. എന്താണ്? ഏക് ആദ്മി ദീമകോം കോ ബോരെ മേ ഭർക്കർ ബേച്ച് രഹാ ഹേ. ഒരു മനുഷ്യൻ ചെതലിനെ ചാക്കിലാക്കിയിട്ട് വിൽക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ പക്ഷിക്ക് ഇത് ഇഷ്ടാവാൻ കാരണം? ഈ പക്ഷി ഒരു മടിയനായിട്ടുള്ള പക്ഷിയായിരുന്നു. ഇതൊരു വയസ്സായ പക്ഷിയാണോ? അല്ല. കുട്ടിയാണോ? അല്ല. ഇതൊരു യുവാവായിട്ടുള്ള പക്ഷിയാണ്. പക്ഷെ എന്താ കാര്യം? പണിയെടുക്കാൻ ഇഷ്ടമില്ല, കഷ്ടപ്പെടാൻ ആ പക്ഷിക്ക് താല്പര്യമില്ല. പക്ഷിക്ക് ഉയരത്തിൽ പറക്കാനും ഒക്കെ കഴിവുള്ളൊരു പക്ഷിയായിരുന്നിട്ടും എന്താണ്, നല്ല സ്വാദുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പക്ഷി ഈ തൂവൽ കൊടുക്കാൻ സന്നദ്ധനാവുകയാണ്. വഹ അപ്പനി ഊഞ്ചായിയം ചോടുക്കർ മണ്ടരാത്ത ഹുവ നീച്ചെ ഉതർത്താ ഹേ. പക്ഷി എന്താ ചെയ്ത്? അപ്പനി ഊഞ്ചായിയാം, പക്ഷിയുടെ ആ ഉയർച്ച, ആ ഉയരത്തിൽ പറക്കുന്ന ആ കഴിവ്, ചോടുക്കർ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട്, മണ്ടരാത്ത ഹുവ നീച്ചെ ഉതർത്താ ഹേ, ചുറ്റിക്കറങ്ങിക്കൊണ്ട്, പരുന്ത് പറക്കുന്നത് കണ്ടിട്ടില്ല, ഇങ്ങനെ വട്ടമിട്ട് ചുറ്റിയിട്ട്, അതുപോലെ മണ്ടരാത്ത എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ചുറ്റി പറന്നുകൊണ്ട് നീച്ചെ ഉത്തർത്താ ഹേ, താഴേക്ക് വന്നു. അവർ പേടിക്ക് ഏക്ക് ഡാൽ പർ ബൈട്ട് ജാത്താ ഹേ, എന്നിട്ട് മരത്തിലെ ഒരു കൊമ്പ്, ഡാൽ എന്ന് പറഞ്ഞാൽ കൊമ്പിൽ ഇരുന്നു. ദോനോം കാ സൗദ തൈ ഹോ ജാത്താ ഹേ. അങ്ങനെ ദോനോം കാ സൗദ, രണ്ടുപേരുടെയും കച്ചവടം, സൗദ എന്ന് പറഞ്ഞാൽ കച്ചവടം, തൈ ഹോ ജാത്താ ഹേ എന്താണ്? തീരുമാനമാകുന്നു. രണ്ടുപേരും കച്ചവടം ഉറപ്പിക്കുന്നു. പക്ഷെ എന്താ ചെയ്ത്? അപ്പനി ചോഞ്ച് സേ, പക്ഷിയുടെ ചോഞ്ച് എന്ന് പറഞ്ഞാൽ കൊക്ക് കൊണ്ട്, ഏക്ക് പർക്കോ, ഒരു പർ എന്ന് പറഞ്ഞാൽ തൂവൽ, ഒരു തൂവൽ, ഗീഞ്ചിക്കർ എന്ന് പറഞ്ഞാൽ പറച്ചു, തോടിനേമേ ഉസേ തക്ലീഫ് ഹോത്തി. അങ്ങനെ ഗീഞ്ച് എന്ന് പറഞ്ഞാൽ വലിച്ച് പറിക്കുന്നതിൽ, ഉസേ തക്ലീഫ് ഹോത്തി, അവന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നി. ലേക്കിൻ ഉസേ വഹ് ബർദസ്ത് കർ ലേത്ത. പക്ഷെ അവനത് സഹിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ഈ ചിതലിന് വേണ്ടിയിട്ട്. സ്വന്തം ശരീരത്തിലെ തൂവൽ പക്ഷി വേദനയോടെ പറിച്ചെടുത്തിട്ട് കൊടുക്കും. മോഹ് മേ ബഡേ സ്വാദ് കെ സാത്ത് ദോ ദീമകെ ദബാക്കർ വഹ് പക്ഷി ഫുർ സെ ഉഡ് ജാത്താ ഹേ. മോഹ് എന്ന് പറഞ്ഞാൽ വായിൽ
ബഡേ സ്വാദ് കെ സാത്ത് വളരെ സ്വാദായിട്ട് ആ രണ്ട് ധീമകയും ദബാക്കർ ചവച്ചുകൊണ്ട് വഹു പക്ഷി ഫുർസെ ഉടിജാത്ത ഹേ, ഫുർസ് എന്ന് പറഞ്ഞിട്ട് ആ സൗണ്ടിൽ മുകളിലേക്ക് പറന്നുപോയി. अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और एक पर देने में बड़ी आसानी മാലൂം ഹുയി. പിന്നീട് എന്താ സംഭവിച്ചത്? ഇപ്പോൾ പക്ഷിക്ക് ഈ കച്ചവടക്കാരനെ തൂവല് പറിച്ചു കൊടുക്കാനും 2 ചെതലിനെ വാങ്ങാനും ഒക്കെ ആസാനിസെ മാലൂം ഹുയി, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ തുടങ്ങി. പിന്നീട് വഹ് റോസ് തീസരെ പഹർ നീച്ച് ഉത്തർത്ത ഔർ ഗാഡി വാലോ ഏക് പങ്ക് ദേക്കർ 2 ദീമകൻ കരില്ലെത്ത. പക്ഷേ ഒരു ദിവസമാണോ ചെയ്ത്? അല്ല. റോസ് എന്ന് പറഞ്ഞാൽ ഡെയിലി, എന്നും പതിവായിട്ട് എന്താണ്? നീച്ചെ ഉത്തർത്താഹി, താഴേക്ക് വരികയും ഗാഡി വാലേക്കു ഏക് പങ്ക് ദേക്കർ 2 ദീമകൻ കരില്ലെത്ത, ഒരു തൂവല് കൊടുത്തിട്ട് 2 ചിതലിനെ വാങ്ങിയിട്ട് എന്നും കഴിക്കാൻ തുടങ്ങി. കുച്ച് ദിനോം തക്ക് ഐസാഹി ചൽത്താ രഹ. കുറേ ദിവസങ്ങളിൽ ഐസാഹി ചൽത്താ രഹ, ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരുന്നു. ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖാ ലിയ. ഒരു ദിവസം പിതാവ് ഇത് കണ്ടു. ഉസ്നെ സംജാനെ കി കോശിഷ് കി. അദ്ദേഹം പക്ഷിയുടെ പിതാവ് പക്ഷീനെ സംജാനേക്ക്, മനസ്സിലാക്കാൻ ശ്രമിച്ചു, ഉപദേശിച്ചു. കോശിഷ് കി പറഞ്ഞാൽ ശ്രമിച്ചു. എന്താ അച്ഛൻ പറഞ്ഞത്? ബേട്ടെ ദീമകെ ഹമാര സ്വാഭാവിക ആഹാർ നഹിവേ. ചിതൽ നമ്മുടെ സ്വാഭാവിക, അതായത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ആഹാരമല്ല. അവർ ഉൻകെ ലിയെ അപ്പനെ പങ്കുത്തോ, ആ ചിതലിന് വേണ്ടിയിട്ട് സ്വന്തം തൂവല് ഹർഗിസ് നെഹീൻ ദിയേ ജാ സക്തേ. ഹർഗിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും, നെഹീൻ ദിയേ ജാ സക്തേ, ഒരിക്കലും കൊടുക്കരുത് എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഉപദേശം നമുക്കുണ്ടോ? അച്ഛൻ്റെ ഉപദേശമൊക്കെ ഇഷ്ടാവണം. ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷീനെ ബഡേ ഹി ഗർവ് സെ അപ്നാ മൂഹ് ദൂസരി ഔർ കർ ലിയ. എന്ത് ചെയ്തു? അപ്നാ മൂഹ്, ഗർവ് സെ ദേഷ്യം കൊണ്ട്, അഹങ്കാരം കൊണ്ട്, ഗർവ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൊണ്ട്, അപ്നാ മൂഹ് അവൻ്റെ മുഖം, ദൂസരി ഔർ കർ ലിയ വേറൊരു സ്ഥലത്തേക്ക് തിരിച്ചു വെച്ചു, അതായത് മുഖം തിരിഞ്ഞു. അവൻ അത് ശ്രദ്ധിച്ചില്ല. ഉസേ സെമീൻ പർ ഉത്തർക്കർ ദീമകേം കാനേക്ക് ചട്ട് ലഗ് ഗയി ദി. എന്താണ്? അവന് താഴത്തേക്ക് പോയിട്ട് ചിതൽ തിന്നാനുള്ള, ദീമകേം കാനേക്ക് ചട്ട്, ചിതൽ തിന്നാനുള്ള തിടുക്കം കൂടി. അബ് ഉസേ നാ തോ ദൂസരെ കീടെ അച്ചേ ലഗത്തെ. എന്താ ഉണ്ടായത്? അബ് ഉസേൻ, ഇപ്പോൾ അവന് നാ തോ ദൂസരെ കീടെ, അതായത് മറ്റുള്ള കീടങ്ങളെയും അച്ചേ ലഗത്തെ, മറ്റുള്ള മുന്നേ കഴിച്ചിരുന്ന ആ കീടങ്ങളെയൊന്നും അവനിപ്പോൾ ഇഷ്ടമല്ലാണ്ടേ. നാ ഫൽ, പഴങ്ങൾ ഇഷ്ടമല്ലാണ്ടേ. നാ അനാജ്, ധാന്യങ്ങൾ ഇഷ്ടമല്ലാണ്ടേ. ദീമകോം കാ ഷൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ. അങ്ങനെ ആ ദീമക്, ചിതലിനോടുള്ള അവൻ്റെ ആസക്തി കൂടി വന്നു. ലേക്കിൻ ഐസാ കിത്തനെ ദിനോം തക് ചൽത്താ. പക്ഷേ ഇത് എത്ര ദിവസങ്ങൾ ഇങ്ങനെ നടന്നു? ഉസ്കെ പങ്കോം കി സംഖ്യ ലഗാത്തർ ഗഡ്ത്തി ചലി ഗയി. അവൻ്റെ പങ്കോം കി സംഖ്യ, തൂവലിൻ്റെ എണ്ണം, ലഗാത്തർ ഗഡ്ത്തി ചലി ഗയി, എന്താണ്? കുറഞ്ഞു വന്നു. അബ് വഹു ഊഞ്ചായി പർ അപ്പന സന്തുലൻ സാധ് നഹി സക്ത. ഇപ്പോൾ അവന് എന്താണ്? ഊഞ്ചായി, ഉയരത്തിൽ പറക്കാൻ എന്താണ്? ബാലൻസ് കിട്ടാണ്ടായി. അപ്പം സന്തുലൻ, ബാലൻസ് ചെയ്യാൻ പറ്റാണ്ടായി. നാ ബഹുത്ത് സമയത്തക്ക് പങ്ക് ഉസേ സഹാര ദേ സക്തേതേ. എന്താണ്? ഒരുപാട് നേരം പറക്കാൻ ആ ചിറകിന് പറ്റാണ്ടായി. ആകാശ യാത്രയ്ക്ക് ദൗരാൻ ഉസേ ജൽദി ജൽദി പഹാടി ചട്ടാൻ പേടോം കി ചോട്ടിയാം ഗുബന്തോം ഔർ ബുർജോം പർ ഹഫ്തെ ഹുയെ ബൈഠ് ജാന പടുത്ത. എന്ത് ചെയ്തു? അങ്ങനെ അവൻ ഉയരങ്ങളിലൊന്നും പോവാണ്ട് അവൻ എന്ത് ചെയ്തു? ഈ ചട്ടാൻ, അതായത് പാറക്കെട്ടുകളിലും, പേടോം കി ചോട്ടി, മരത്തിൻ്റെ മുകളിലും, പിന്നെ ഗുബന്ത്, ഗോപുരത്തിൻ്റെ മുകളിലും, ബുർജ്, ഗോപുരത്തിൻ്റെ മുകളിലൊക്കെ അവൻ ഇരിക്കാൻ തുടങ്ങി. ഹഫ്തെ ഹുയെ ബൈട്ട് ജാന പടുത്ത. ഹഫ്തെ എന്ന് പറഞ്ഞതാണ് കിതച്ചുകൊണ്ട് ഇരിക്കാൻ തുടങ്ങി. പക്ഷിക്ക് ചിറകൊക്കെ
തൂവലൊക്കെ നഷ്ടപ്പെട്ട എന്താ സംഭവിക്കുക? ഉയരത്തിൽ പറക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? വല്ല വീടിൻ്റെ മുകളിലും പിന്നെന്താണ് ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കിതയ്ക്കാൻ തുടങ്ങി. ഉസ്കെ പരിവാർ വാലെ തഥാ മിത്ര ഊഞ്ചായിയോം പർ തൈർത്തെ ഹുയെ ആകെ ബഡ് ജാത്തെ. അവൻ്റെ കുടുംബത്തിലുള്ളവരും കൂട്ടുകാരുമൊക്കെ ഉയരങ്ങളിൽ പറന്നുപോയി. വഹു ബഹുത്ത് പിച്ചട് ജാത്ത, പക്ഷേ ഇവൻ എന്താണ് പിച്ചട് ജാത്ത എന്താണ് ഏറ്റവും ബാക്കിലായി. ഫിർ ഭി ദീമക് ഖാനെ കി ഉസ്കാ ഷോക്ക് കം നഹി ഹുവ. എന്നിട്ടും ചിതലിനോടുള്ള അവൻ്റെ ആസക്തി കുറഞ്ഞില്ല. ദീമകോം കെ ലിയെ ഗാഡി വാലേക്കു വഹ് അപ്പനെ പങ്ക് തോട് തോട് കർ ദേത്താ രഹാ. ചിതലിന് വേണ്ടി ദീമകോം കെ ലിയെ ചിതലിന് വേണ്ടി ഗാഡി വാലേക്കു ആ കച്ചവടക്കാരന് അവൻ എന്നും തൂവൽ തോട് തോട് കർ ദേത്താ രഹാ പറിച്ചു പറിച്ചു കൊടുക്കാൻ തുടങ്ങി. ഫിർ ഉസ്നെ സോച്ചാക്കി ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിജൂൽ ഹേ. പിന്നീട് അവൻ എന്തു തോന്നി? ഈ ആസ്മാനിൽ പറക്കുക എന്ന് പറഞ്ഞത് ഫിജൂൽ ഹേ എന്ന് പറഞ്ഞാൽ നിരർത്ഥകമാണെന്ന്, അതായത് വ്യർത്ത്, ഒരു കാര്യമില്ലാത്ത കാര്യമാണെന്ന് അവന് മനസ്സിലായി. വഹു മൂർഖോ കാ കാം ഹേ, അത് വിഡ്ഢികളുടെ ജോലിയാണെന്ന്. ഉസ്കി ഹാലത്ത് യഹ് ദീക്കി അബ് വഹ് ആസ്മാൻ മേ ഉഡ് ഹി നഹി സക്ത. ഇപ്പോൾ അവൻ്റെ അവസ്ഥ എന്തായി? ഇപ്പോൾ അവന് ആസ്മാൻ മേ ഉഡ് ഹി നഹി സക്ത താ, ഇപ്പോൾ ആകാശത്ത് അവന് പറക്കാനേ പറ്റാണ്ടേയി. വഹ് സിർഫ് ഏക് പേട് സെ ഉഡ്കർ ദൂസരെ പേട് തക് പഹുഞ്ച് പാത്താം. അവനിപ്പോൾ ഒരു പേടിൽ നിന്ന് മറ്റൊരു പേടിലേക്ക് ചാടി ചാടിയിട്ട് പോകേണ്ട ഗതിയായി. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ബി കം ഹോത്തി ഹേ. അങ്ങനെ മെല്ലെ മെല്ലെ അവൻ്റെ ആ ശക്തിയും കുറഞ്ഞു വന്നു. ഔർ ഏക് സമയ് വഹ് ആയ ജബ് വഹ് ബഡി മുഷ്കിൽ സേ. പിന്നെ അവൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവൻ നടന്നത്. पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर कूद कर पहुंचता ലേക്ക്. എന്താ ഉണ്ടായത്? അങ്ങനെ ഒരു മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് മറ്റൊരു മരത്തിൻ്റെ കൊമ്പിലേക്ക് ചാടുമ്പോൾ പെട്ടെന്ന് അവൻ താഴേക്ക് വീണു. ലേക്കിൻ ദീമക് ഖാനേക്ക ഷൗക്ക് നെഹിൻ ചൂട്ട. പക്ഷെ എന്തിരുന്നാലും അവൻ ചിതൽ തിന്നുന്ന ആ ആസക്തി അവൻ ഉപേക്ഷിച്ചില്ല. ബീച്ച് ബീച്ച് മേ ഗാഡി വാല ബുത്ത ദേ ജാത്ത. എന്താണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗാഡിവാല വരികയും ഈ പക്ഷീനെ കബളിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഗാഡിവാല എന്ന് പറയുന്നത് എന്താണ്? പക്ഷീനെ അങ്ങനെ കബളിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷിയുടെ തൂവലെല്ലാം അയാൾ വാങ്ങുകയും കേവലം ചിതലിനെ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ബുത്ത ദേ ജാത്ത പറഞ്ഞാൽ കബളിപ്പിക്കുക. വഹ് കഹി നസർ മേ നാ ആത്ത. അങ്ങനെ എന്താ പിന്നെ ഉണ്ടായത്? വഹ് കഹീം, പിന്നെ അയാളെ കാണാണ്ടായി. പക്ഷി ഉസ്കെ ഇന്ദസാർ മേ ഗുൾത്താ രഹ. പെട്ടെന്ന് ഈ ഗാഡിവാല ഈ പക്ഷീനെ പറ്റിച്ചു. എന്താണ്? പിന്നെ ഈ ഗാഡിവാല വരാണ്ടായി. പക്ഷിയുടെ തൂവലെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തിനാ വന്നിട്ട് വെച്ചിട്ടാവും. പക്ഷേ പക്ഷി എന്ത് ചെയ്തു? ഉസ്കെ ഇന്ദസാർ മേ ഗുൾത്താ രഹ. അയാളെയും കാത്തിരുന്നു. കണ്ടോ ഇപ്പോഴത്തെ നമ്മുടെ പക്ഷിയുടെ കോലം കണ്ടോ? അങ്ങനെ കാത്തിരുന്നു. ലേക്കിൻ ദീമകോം കാ ഷൗക്ക് ജോ ഉസേദ. എന്നാലും അവന് ചിതലിനോടുള്ള ആ താല്പര്യം ഇപ്പോഴും ഉണ്ട്. ഉസ്നെ സോച്ച മേ ഖുദ് ദീമകെ ഢൂണ്ടൂങ്ക. അങ്ങനെ ലാസ്റ്റ് ഗാഡിവാല വരാണ്ടായപ്പോൾ അവൻ എന്ത് തീരുമാനിച്ചു? മേ ഖുദ് ദീമകെ ഢൂണ്ടൂങ്ക. ഞാൻ ഇനി ഒറ്റയ്ക്ക് ചിതലിനെ തെരഞ്ഞുകൊണ്ട്. ഇസ്ലിയെ വഹ് പേട് പർ സെ ഉത്തർക്കർ സെമീൻ പർ ആഗയ. അതിനുവേണ്ടി ആ പക്ഷി നിലത്തേക്ക് വന്നു. ഔർ ഘാസ് കെ എക്ക് ലഹർത്തെ ഗുച്ഛെ മേ സിമട്ട് കർ ബൈഠ് ഗയ. എന്നിട്ട് പുല്ലിൻ്റെ ഇടയിൽ വന്നിരുന്നു. ഫിർ ഏക് ദിൻ ഉസ് പക്ഷി കെ ജി മേ നാ മാലും ക്യാ ആയ. പക്ഷേ ഒരു ദിവസം പക്ഷിക്ക് എന്താ ഉണ്ടായതെന്ന് ആർക്കും അറിയുന്നില്ല. വഹ് ഖൂബ് മേഘനത്ത് സെ സെമീൻ മേം സെ ദീമകേൻ ചുൻ ചുൻ കർ ഗാനെ കെ ബജായ് ഉനെ ഇക്കട്ടാ കർനെ ലഗ. എന്താ പക്ഷി ചെയ്തത്? ഒരു ദിവസം പക്ഷി ഖൂബ് മേഹനത്ത് സേ കഠിനമായിട്ട് അധ്വാനിച്ചു. ഒരു പണി ചെയ്യാത്ത പക്ഷിയാണ്. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു? കഠിനമായി അധ്വാനിച്ച് എന്താ ചെയ്ത്? സെമീൻ മേംസെ നിലത്തു നിന്ന് ദീമകേൻ ചുൻ ചുൻകർ ചിതലിനെ തിരഞ്ഞെടുത്തു. ഖാനേക്കെ ബജായ് അതിനെ തിന്നില്ല. തിന്നാണ്ട് എന്താ ചെയ്ത്? ഉനെ ഇക്കട്ടാ കർണലക അതിനെയൊക്കെ ഇക്കട്ടാ കർണ സംഭരിച്ചു വെച്ചു, കൂട്ടി വെച്ചു. അപ്പോൾ ഉസ്കെ പാസ് ദീമകോം കെ ഢേർ ഹോ ഗയ. അങ്ങനെ
പക്ഷിയുടെ മുന്നിൽ ഇപ്പോൾ കുറേ ചിതലുകളുടെ ഒരു കൂമ്പാരമായി. ഫിർ ഏക് ദിൻ ഏക് വഹ് ഗാഡി വാല ദിക്കായി ദിയ. അങ്ങനെ ഒരു ദിവസം ഗാഡിവാലനെ കണ്ടു. പക്ഷിക്കോ ബഡി ഖുഷി ഹുയി. പക്ഷിക്ക് ഭയങ്കര സന്തോഷമായി. ഉസ്നെ പുകാർ കർ കഹ. വിളിച്ചു പറഞ്ഞു, ഗാഡിവാലെ, ഓ ഗാഡിവാലെ, മേ കബ്സെ തുമാര ഇന്തസാർ കർ രഹാ ഥാ. ഇവിടെ ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട് കേട്ടോ. എന്താ പറയുന്നത്? ഗാഡിവാലെ, ഓ ഗാഡിവാലെ, ഞാൻ കുറേ ആയി നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇന്തസാർ പറഞ്ഞാൽ കാത്തിരിക്കുക. പഹ്ചാനി ആവാസ് സുൻകർ ഗാഡിവാല രുക്കുകയ. പഹ്ചാനി ആവാസ്, കേട്ടുപരിചയമുള്ള ആ സൗണ്ട് കേട്ടിട്ട് ഗാഡിവാല അവിടെ നിന്നു. തബ് പക്ഷീനെ കഹ. അപ്പോൾ പക്ഷി പറഞ്ഞു, ദേഖോ മേംനെ കിത്തനി സാരി ദീമകേൻ ജമാ കർ ലി ഹെ. നോക്കൂ, ഞാൻ എത്ര ചിതലാണ് ഇവിടെ കൂട്ടി വെച്ചിട്ടുള്ളത്. ഗാഡിവാലക്കു പക്ഷിക്ക് ബാത് സമജ് മേ നഹി ആയി. ഗാഡിവാലയ്ക്ക് ഈ പക്ഷി പറഞ്ഞത് മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്തന കഹ. അയാൾ ഇങ്ങനെ പറഞ്ഞു, തോ മേ ക്യാ കരൂ. അതിന് ഞാനെന്താ ചെയ്യണ്ടേ? ഏ മേരി ദീമകേ ലേലോ. എന്താണ്, എൻ്റെ ദീമക് നിങ്ങൾ എടുത്തോളൂ, എൻ്റെ കയ്യിലുള്ള ചിതൽ നിങ്ങൾ എടുത്തോളൂ. അവർ മേരെ പങ്ക് മുജി വാപ്പസ് കർദോ. എന്താ ചോദിച്ച്? ഈ ചിതലിനൊക്കെ നിങ്ങൾ എടുത്തിട്ട് എനിക്കെൻ്റെ തൂവൽ തിരിച്ചു തായോ. പക്ഷീനെ ജവാബ് ദിയ. പക്ഷി പറഞ്ഞു. ഗാഡിവാല ഠട്ടാക്കർ ഹസ്പട. ഗാഡിവാലയ്ക്ക് ചിരി വന്നു. ഉസ്നെ കഹ, ബേവ്കൂഫ്. എന്താ പറഞ്ഞത്? ബേവ്കൂഫ്, വിഡ്ഢി. മേ ദീമക് കെ ബദലെ പങ്ക് ലേത്താഹും. പങ്ക് കെ ബദലെ ദീമക് നഹീം. എന്താ പറഞ്ഞേ? ഞാൻ ചിതലിനു പകരം തൂവൽ വാങ്ങുന്നു. പക്ഷേ പങ്ക് കെ ബദലെ, തൂവലിന് പകരം ഞാൻ ചിതൽ വാങ്ങില്ല എന്ന് പറഞ്ഞു. ഗാഡിവാലേനെ പങ്ക് ശബ്ദ പർ ബഹുത്ത് സോർ ദിയ. പങ്ക് എന്ന ആ വാക്കിൽ, തൂവൽ എന്ന വാക്കിൽ കുറച്ച് ഉറക്കെ പറഞ്ഞു. ഗാഡിവാല ചലാ ഗയ. ഗാഡിവാല എന്നിട്ട് അവിടുന്ന് പോയി. പക്ഷി ചട്പട്ടാക്കർ രഹ് ഗയ. പക്ഷി ആകെ വിഷമിച്ചു പോയി, സ്തംഭനായി. ഏക് ദിൻ ഏക് കാലി ബില്ലി ആയി. ഒരു ദിവസം ഒരു കറുത്ത പൂച്ച വന്നു. അവർ അപ്പനെ മൂഹ് മേ ഉസേ ദബാക്കർ ചലി ഗയി. എന്താ ഉണ്ടായി? ഒരു കറുത്ത പൂച്ച വന്ന് ഈ പക്ഷിയെ വായിലാക്കിയിട്ട് പോയി. ദബാക്ക പറഞ്ഞ വായിൽ കടിച്ചു പിടിച്ചിട്ട് പോയി. തബ് ഉസ് പക്ഷി കാ ഗൂൻ ടപക് ടപക് കർ സമീൻ പർ ബൂന്തോം കി ലക്കീർ ബനാ രഹാ ഥാ. ഇപ്പോൾ ആ പക്ഷിയുടെ ഗൂൻ, രക്തം ഒറ്റി വീണു. ടപക് ടപക് പറഞ്ഞാൽ ഒറ്റി വീഴാൻ തുടങ്ങി. നിലത്ത് മുഴുവൻ അവിടെ ഒരു വരയായി തോന്നി ആ പക്ഷിയുടെ രക്തം. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് ഈ കഹാനി ഇഷ്ടപ്പെട്ടോ? ഇതിലെന്താ പറയുന്നത്? ഈ കഹാനിയുടെ ഒരു മെസ്സേജ് എന്താണ്? ഈ യുവാവായ ഈ പക്ഷി എങ്ങനെയുള്ള പക്ഷിയായിരുന്നു? മടിയനായിട്ടുള്ള പക്ഷിയായിരുന്നു അല്ലേ? താൽക്കാലിക നേട്ടത്തിനു വേണ്ടി സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തുകയും അവസാനം നഷ്ടപ്പെട്ട അസ്തിത്വം വീണ്ടെടുക്കാനായിട്ട് ഈ പക്ഷി പ്രയത്നിച്ചു. പക്ഷേ എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ഇല്ല. പക്ഷി പരാജയപ്പെടുകയും ചെയ്തു. ഇവിടെ പക്ഷി വീണ്ടും വിചാരമില്ലാത്ത പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകുന്ന യുവതലമുറയുടെ പ്രതിനിധിയാണ് അല്ലേ? അതായത് ഇന്നത്തെ തലമുറ ഇതുപോലെ പരസ്യങ്ങൾ, സ്വന്തം വീട്ടിലുള്ള പച്ചക്കറികളോ അതുപോലെ ഭക്ഷണങ്ങളോ ഒന്നും കഴിക്കാണ്ട് പരസ്യത്തിൽ കാണുന്ന ജങ്ക് ഫുഡുകൾ, കൊക്കക്കോള അങ്ങനെയുള്ള വിഷമുള്ള സാധനങ്ങൾ വാങ്ങി അതിനുവേണ്ടി എല്ലാ പൈസയും ചിലവാക്കി അതൊക്കെ വാങ്ങി കഴിക്കുകയും പിന്നീട് മാരകമായ അസുഖങ്ങൾ കൊണ്ട്, ക്യാൻസർ മുതലായ അസുഖങ്ങൾ കൊണ്ട് അവൻ മരണപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പക്ഷി എന്ന് പറയുന്നത് ഇന്നത്തെ യുവതലമുറയ്ക്ക് പ്രതീകമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഹാനി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ കഹാനി ഒന്ന് നന്നായി വായിച്ച് നോക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.